ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ മെച്യൂർഡ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ മെച്യൂർഡ് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരു മാസം സാധാരണ പുതിയ സ്റ്റോക്ക് വരുമ്പോഴാണ് മെച്യൂർഡ് പ്ലാന്റിൻ്റെ വീഡിയോ എല്ലാ സ്റ്റോക്കുകളും വരുമ്പോഴാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോസ് ഇടാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പാക്കിംഗ് വീഡിയോ ഒരു റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തപ്പോഴാണ് അതിൽ കാണുന്ന പൂക്കളും അതുപോലെ തന്നെ ആ വെറൈറ്റി ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണ് എപ്പോഴാണ് സെയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഷോർട്സ് ഇടുന്ന സമയത്ത് നമ്മുടെ കളക്ഷനിലുള്ള പുതുതായിട്ട് വിരിയുന്നതും അല്ലാത്തതായ പൂക്കളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അന്നേരമാണ് ഇതുപോലുള്ള വെറൈറ്റികളൊക്കെ എവിടുന്നാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ച് ഇതുപോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ പൂവിൻ്റെ ഫോട്ടോ ഇടുന്ന സമയത്ത് ഈ ഒരു വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ തവണ ഇങ്ങനെ സ്റ്റോക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് അട്രാക്റ്റീവായ വെറൈറ്റി ഒക്കെ കാണുമ്പോൾ അത് ഞാൻ നമ്മുടെ എൻ്റെ കളക്ഷനിലേക്ക് പേഴ്സണൽ കളക്ഷനിലേക്ക് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മെച്യൂർഡ് പ്ലാന്റ് വരുമ്പോൾ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഉണ്ടാവുക. പക്ഷേ അതിൽ ബഡോ പൂവൊന്നും ഉണ്ടാവില്ല. കാരണം വിത്ത് ഫ്ലവർ ആയിട്ട് തായ്ലൻഡിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല വിത്ത് ഫ്ലവർ ആയിട്ട്. അപ്പോൾ എല്ലാ പ്ലാന്റുകളും ഇതേപോലെ ഹെൽത്തി ആയിട്ട് തന്നെ മെച്യൂർഡ് ആയ പ്ലാന്റുകളാണ്. നമ്മൾ പ്ലാന്റ് വാങ്ങി 1-2 മാസത്തിനകത്ത് തന്നെ നമുക്ക് പൂക്കൾ വരുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ വരുന്ന എൻക്വയറി വഴി നമുക്ക് ഈ മെച്യൂർഡ് പ്ലാന്റൊക്കെ നമുക്ക് ഫ്ലവർ ആവാനുള്ളൊരു സമയം ആവുന്നതിന് മുൻപേ തന്നെ സെയിലായിട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ അടുത്തിട്ടുണ്ടായിരുന്ന ഒരു പോപ്പൈ കേളി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇതേപോലെ നമുക്ക് മെച്യൂർഡ് പ്ലാന്റിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഫോട്ടോ തരുന്ന ഒരു റെഫറൻസ് പിക്കായിട്ട് ഒരു പിക്ക് തരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പിക്ക് കണ്ടപ്പോൾ അത് ഇത്തിരി വ്യത്യാസമുണ്ട്. ഓൾറെഡി പോപ്പൈ കേളി എൻ്റെ കളക്ഷനിലുണ്ട്. അപ്പോൾ പോപ്പൈ കേളി എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കളക്ഷനിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഇതേ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഈ ചാൻച യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി തൊട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെച്യൂർഡ് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പോപ്പൈ കേളിയുടെ ഒരു ഫ്ലവറൊക്കെ വിരിഞ്ഞ് ഫോട്ടോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ആ ഒരു പ്ലാന്റ് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കുറച്ച് നാൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്ന മെച്യൂർഡ് പ്ലാന്റിലുള്ള ഒരു വെറൈറ്റിയാണ്. അത് നമുക്ക് അന്നേരം തന്നെ സോൾഡ് ഔട്ടായി. കാരണം നമുക്കത് ഫ്ലവർ ആവുന്നതിന് മുന്നേ തന്നെ ഒരുവിധം എല്ലാ നല്ല വെറൈറ്റീസും സോൾഡ് ഔട്ടായിട്ട് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മാസവും ഇതേപോലെ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് പുതിയ പ്ലാന്റ് സ്റ്റോക്ക് വരുമ്പോഴാണ് ഇടുന്നത്. അപ്പോൾ അന്നേരം നല്ല സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലായിട്ട് പോവും. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫ്ലവർ ആയതിന് ശേഷമാണ് റെഫറൻസ് പിക്കിനേക്കാളും അടിപൊളിയാണ് വിരിയുന്ന പൂക്കളെന്ന് കാണുന്ന ഓരോരുത്തർക്കും ചില സമയത്ത് എനിക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു റെഫറൻസ് പിക്ക് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ അസസ് ചെയ്യുന്നതെങ്കിൽ ചില സമയത്ത് അതിനേക്കാളും ഭംഗി വളരെ റയറായ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ഭംഗി ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പൂവായിട്ട് പ്ലാന്റ് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ സാധാ നോർമൽ വെറൈറ്റിയാണ് നമുക്ക് പൂക്കളുള്ള പ്ലാന്റ് ആയിട്ട് ഉണ്ടാവുക ഇവിടെ വിരിയാൻ. ബാക്കി ഈ സ്പെഷ്യൽ വെറൈറ്റി ഒക്കെ നമുക്കിങ്ങനെ സെയിലായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ഫ്ലവർ ആവാനുള്ള ടൈം കിട്ടാറില്ല. അങ്ങനെ ഫ്ലവർ ആവുന്നത് എൻ്റെ പേഴ്സണൽ കളക്ഷനിലാണ്, അത് നമ്മൾ കൊടുക്കാറുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ വെറൈറ്റികളൊക്കെ സെയിലിന് വരുന്ന സമയത്ത് സാധിക്കുമെങ്കിൽ അതിൻ്റെ മെച്യൂർഡ് പ്ലാന്റ് വാങ്ങി. പിന്നെ ഇതുപോലെയുള്ള പ്ലാന്റുകൾ ഒരു 99% കാണിച്ച പിക്കിനേക്കാൾ അല്ലെങ്കിൽ അതിലുള്ള ടാഗിനേക്കാൾ മാറി വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. 99% നമുക്ക് കാണിക്കുന്ന ഫ്ലവർ പിക്ക് തന്നെ വിരിയാറുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരുവിധം പ്ലാന്റിനെ കുറിച്ച് അറിയുന്നവരെല്ലാവർക്കും അറിയാം ഈ ഒരു മെച്യൂർഡ് പ്ലാന്റ് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പൂക്കാറുമുണ്ട്. നമുക്ക് നല്ല നല്ല വെറൈറ്റി പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പോപ്പൈ കേളി എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി അന്ന് വന്നതിന് ശേഷം അങ്ങനെ ആ ഒരു വെറൈറ്റി നമ്മൾ സ്റ്റോക്കിൽ കണ്ടിട്ടില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ചില സ്പെഷ്യൽ വെറൈറ്റികളൊക്കെ വരാറുള്ളൂ. അപ്പോൾ അന്നേരം നമുക്ക് കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്നായാലും അല്ലെങ്കിൽ വേറെ സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്നായാലും വെറൈറ്റി കാണുകയാണെങ്കിൽ നമ്മൾ പൂവിനായി കാത്തു നിൽക്കരുത്. പ്രത്യേകിച്ച് കൃത്യമായ ടാഗ് കൂടിയുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അന്നേരം ധൈര്യമായിട്ട് തന്നെ വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഗംബാൾ റാബിറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി വരെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള മെച്യൂർഡ് പ്ലാന്റ് ഉള്ളത്. 450 രൂപ മുതൽ 750 രൂപ വരെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച പ്ലാന്റിൻ്റെ. അതിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയൊക്കെ ഒരു ഇത്തിരി റേറ്റ് കൂടിയ വെറൈറ്റീസ് അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുക. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് പ്ലാന്റ് വേണ്ടവർ പ്രത്യേകം അഡ്രസ്സിൻ്റെ കൂടെ സ്പീഡ് പോസ്റ്റ് എന്ന് നമുക്ക് അഡ്രസ്സ് അയച്ചു തരുമ്പോൾ കൂടെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്തോളൂ.
അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസിന് വേണ്ടിയും അതുപോലെ തന്നെ ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്